നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് ചില പ്രധാന കാര്യങ്ങളാണ് ലഭിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 വിശേഷാൽ ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ക്ഷേത്രം കൊട്ടിയൂരാണ് എങ്കിൽ രണ്ടാമത്തേതായ ക്ഷേത്രം ഗുരുവായൂരാണ്. ഈ 2 ചിത്രങ്ങളുടെയും പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഒരു ക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിന് ആരാണോ നിങ്ങളുടെ ഇഷ്ടദേവത, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി, ആ ശക്തിയെ ഒരു നിമിഷം നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രയാസം, അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ കാൽക്കൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ ആ ദേവതയുടെ കാൽക്കൽ നിങ്ങൾ സമർപ്പിക്കുക. ഇപ്രകാരം നിങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഭാരങ്ങൾ, വിഷമങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അപ്പോൾ തീർച്ചയായും ഇനി ഫലങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് മനസ്സിലേക്ക് ഇപ്പോൾ ആ ദുഃഖം കൊണ്ടുവരേണ്ടതാണ്. അത് ഒഴിഞ്ഞു പോകണം എന്ന പ്രാർത്ഥന നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ നിങ്ങൾ പറയേണ്ടതാണ്. അനുഭവിച്ചു പോരുന്ന ആ വിഷമതകൾ അകലണം എന്നും ആഗ്രഹിക്കുന്നത് നടക്കണം എന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായും ആ ദേവതയിൽ വിശ്വാസം അർപ്പിച്ച് ആ ദേവതയെ വന്ദിക്കുക. അപ്പോൾ ഏവരും ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ ഏവരും പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി കണ്ണുകൾ തുറന്ന് ഈ 2 ചിത്രങ്ങളിൽ, അതായത് 2 ക്ഷേത്രങ്ങളിൽ ഏത് ക്ഷേത്രമാണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത് എങ്കിൽ തിരഞ്ഞെടുക്കാം. 2 ക്ഷേത്രങ്ങളും മാറി മാറി നോക്കണം. ഈ നോക്കുന്നതായ അവസരത്തിൽ ഏത് ക്ഷേത്രത്തോടാണ് നിങ്ങൾക്ക് കൂടുതലായും ഒരു ആകർഷണം തോന്നുന്നത്, ആ ക്ഷേത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഒരു നിമിഷം മനസ്സിൽ ആ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം, ഈ പോസിറ്റീവായ ഊർജം നിലനിൽക്കുന്ന സമയം എഴുതി വന്ദിക്കുക. നിങ്ങളുടെ സങ്കടമാണ് എങ്കിലും, ആ ദേവതയ്ക്ക് മുൻപിൽ വച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് എങ്കിലും, ഈ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന സമയം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നുള്ളതാകുന്നു. അപ്പോൾ ഏവരും ഇപ്രകാരം എഴുതി വന്ദിച്ചു എന്ന് കരുതുന്നു. ഇനി ആദ്യത്തെ ചിത്രമായ ക്ഷേത്രമായ കൊട്ടിയൂരാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ, അഥവാ ഒന്നാമത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പലർക്കും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നില്ല എന്ന് കമന്റായി കണ്ടു. അതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ അടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. കൊച്ചു കുട്ടികളുടെ ഒരു മനസ്സാണ് നിങ്ങൾക്ക് പലപ്പോഴും എന്ന് പരാമർശിക്കാം. പലപ്പോഴും മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ സഹിക്കുവാനുള്ള ഒരു മനസ്സ് പലപ്പോഴുമില്ല. മനോബലം അല്പം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കും.
പലപ്പോഴും മനോബലം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല വിധത്തിലും മാനസികപരമായ വിഷമതകൾ അനുഭവിച്ചു പോരുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. കൃത്യമായി പറയുകയാണ് എങ്കിൽ ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ചിന്തിക്കാതെ പലപ്പോഴും ആവലാതി അല്ലെങ്കിൽ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തികളാണ്. ചിന്തിച്ച് കാട് കയറുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അത്തരം ചിന്തകളുണ്ട്. പലപ്പോഴും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടികളോ പ്രയാസങ്ങളോ ഉണ്ടാകുമോ എന്ന്, അല്ലെങ്കിൽ അതൊരു ആപത്ത് പോലുമാകാം, അത്തരത്തിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് പലപ്പോഴും അകാരണമായ ഒരു ചിന്തകൾ, ഭയം നിങ്ങളിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അനാവശ്യമാണ്, അത്തരത്തിൽ ചിന്തിക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളോട് പറയുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്നു വരാൻ നിങ്ങൾ അനുവദിക്കാൻ പാടുള്ളതല്ല. എന്നാൽ പലപ്പോഴും ഇത് ഒഴിവാക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിലും അത് സാധിക്കാത്തതായ അവസ്ഥ മാത്രമല്ല, അത് വീണ്ടും തിരികെ വന്നുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം, നിങ്ങൾക്കത് ശീലമായിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. അത് ശരിയായിട്ടുള്ള ഒന്നല്ല, ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥത വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിന് ഇത്തരം ചിന്തകളും ഒരു കാരണം തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിക്കാതെ അവഗണന നേരിടുന്ന സാഹചര്യമുണ്ട്. അത് പങ്കാളിയിൽ നിന്നാകാം, അല്ലെങ്കിൽ സന്താനങ്ങൾ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അത്തരത്തിൽ പല വ്യക്തികളിൽ നിന്നും ചില സമയങ്ങളിലെങ്കിലും അവഗണനകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും അവരുടെ നന്മയെ കരുതി അല്ലെങ്കിൽ അവർക്ക് അബദ്ധം പിണയേണ്ട എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും നിങ്ങൾ പറയും. അത് പിന്നീട് കുറ്റമായി നിങ്ങൾക്ക് തന്നെ വന്ന് ചേരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാലോ പലപ്പോഴും നിങ്ങളെ ഒഴിവാക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമത്തിലേക്ക് ആഴ്ത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ളതായ കാര്യങ്ങളുടെ ക്രെഡിറ്റ് അത് നിങ്ങളിലേക്കല്ല വന്നു ചേരുന്നത്. പലപ്പോഴും പലരും നിങ്ങളെ ഒഴിവാക്കുകയും അവർ സൂത്രത്തിൽ അത് സ്വന്തമാക്കുന്ന സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന് ധനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സാമ്പത്തികപരമായ ചില വിഷമതകൾ അനുഭവിച്ചു പോരുന്നു. അതോടൊപ്പം മാനസികവും ശാരീരികവുമായി വളരെയധികം തളർച്ച നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഇതെല്ലാം മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകടിപ്പിക്കുന്ന വ്യക്തികളാകണം എന്നില്ല നിങ്ങൾ. ധനപരമായ പ്രയാസങ്ങൾ പലപ്പോഴും നിങ്ങൾക്കുണ്ടാവുകയും അത് പലപ്പോഴും പല വ്യക്തികളും മുതലെടുക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥ, പല വ്യക്തികളും പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ കൂടുതൽ വിഷമത്തിലാഴ്ത്തുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ മനോനില പോലും തെറ്റുന്ന അവസ്ഥയായി പോകുമോ എന്ന് പോലും ഭയപ്പെടുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതായ കാര്യം, നിങ്ങൾ ചിന്തിക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നത് വാസ്തവം തന്നെയാണ്. ആ ശക്തിയെ മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഒരിക്കലും നിങ്ങളെ കൈവിടാതെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ശക്തി തന്നെയാണ് ഇത്. അതിനാൽ തന്നെയാണ് പല കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടി ഇപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം ധാരാളമായി തന്നെ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ മനസ്സിനെ കുത്തി നോവിക്കുന്നതായ പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടതായ സാഹചര്യം പോലും നിങ്ങൾക്കുണ്ട്.
പ്രതീക്ഷ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എങ്കിലും അതിൽ ഒരിക്കലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പാടുള്ളതല്ല. പ്രതീക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ തൊടുകുറി ഗണിത പ്രകാരം കാണുവാനായി സാധിക്കുന്നു. ഇന്ന് നിങ്ങൾക്കൊപ്പം വളരെ വേണ്ടപ്പെട്ട ചിലർ ഇല്ല എന്നത് വാസ്തവമാണ്. ചിലർ നിങ്ങളെ വിട്ടകന്ന സാഹചര്യം പോലുമുണ്ട് എന്ന് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പലവിധ സഹായങ്ങൾ അവരുടെ ഏറ്റവും വിഷമകരമായ സാഹചര്യങ്ങളിൽ ചെയ്തു കൊടുത്തിട്ടുള്ള നിങ്ങളെ അവർ തിരിച്ച് സഹായിക്കുക പോയിട്ട് നിങ്ങളോട് ശരിയായ രീതിയിൽ സംസാരിക്കുകയോ അകന്നു പോകുന്ന സാഹചര്യമോ ആണുള്ളത്. പലപ്പോഴും അവർ നിങ്ങളിൽ നിന്നും അകലം പാലിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരണം, തിരികെ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന സാഹചര്യം പോലും ഇപ്പോഴുണ്ട്. അതൊരു വഴക്കിനാലോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലുള്ള തെറ്റിദ്ധാരണകളാലോ ആശയക്കുഴപ്പങ്ങളാലോ നിങ്ങളിൽ നിന്നും അകന്ന് പോയിരിക്കുന്ന വ്യക്തിയാകാം. അവർ തിരികെ വരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അത് നിങ്ങൾക്ക് അറിയൂ എന്നതാണ് വാസ്തവം. പലപ്പോഴും അത് പുറമെ കാണിക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ തൊടുകുറി ഗണിത പ്രകാരം കാണുവാൻ സാധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിൽ സങ്കടകരമായ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് എപ്പോഴുമുള്ള ഒരു ചോദ്യമുണ്ട്. ഈ വിഷമതകൾക്ക് എപ്പോഴാണ് ഒരു അവസാനം എത്തിച്ചേരുക? ഞാനിത് ജീവിതം മുഴുവൻ അനുഭവിക്കേണ്ടതായി വരുമോ എന്നൊരു ചോദ്യം പലപ്പോഴും നിങ്ങൾക്കുണ്ട്. അതിന്റെ ഉത്തരം നോക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകും, അല്ലെങ്കിൽ ഒരു അവസാനത്തിലേക്ക്, അത്തരം കാര്യങ്ങളുടെ അവസാനത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. സന്താനങ്ങളോ അല്ലെങ്കിൽ മുൻപ് പരാമർശിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു അനുകൂലമായ ഫലം വന്ന് ചേരുവാനുള്ള സാധ്യത കാണുവാൻ സാധിക്കുന്നു. പ്രധാനമായും നോക്കുകയാണ് എങ്കിൽ 2 മാസം മുതൽ 4 മാസത്തിനുള്ളിൽ ഒരു പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഈ സമയം ആ കാര്യം ഇത്ര നാളുകൾക്കുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കും എന്ന ഒഴുക്കൻ മട്ടിൽ മുന്നോട്ട് പോകാൻ പാടുള്ളതല്ല. നിങ്ങൾ തീർച്ചയായും ആ ശക്തിയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകളും നിങ്ങളുടെ ജീവിതത്തിലെ ചര്യകളും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഈ സമയം കൊണ്ട് തന്നെ നിങ്ങളെ പരിഹസിച്ച പല വ്യക്തികൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. ഈ പരാമർശിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ അത് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സമയം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച്, അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. എത്ര തന്നെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിട്ടാലും അത് താൽക്കാലികമാണ് എന്ന ഓർമ്മ വേണം. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം ഒരു നിമിഷം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ, അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തൂ. രണ്ടാമത്തെ ചിത്രമായ അഥവാ ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധം ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി കാണുവാൻ സാധിക്കുന്നു. പലർക്കും പല കാരണങ്ങൾ കൊണ്ടും അതൊരു ചെറിയ കാര്യങ്ങൾ പോലുമാകാം. അത്തരത്തിൽ നിങ്ങളോട് വളരെയധികം അസൂയ മൂത്ത് അവർ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവർ ശത്രുക്കളായി മാറിയിരിക്കുന്ന സാഹചര്യമായി മാറുന്നു.
കാരണം അവർ നിങ്ങൾ ഉയർന്നു വരുന്നത് താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഉയർന്നു വരാനുള്ള സാധ്യത പോലും അവരെ അസ്വസ്ഥരാക്കി തീർക്കുന്നു എന്നത് വാസ്തവമാണ്. ചിലരുടെ കണ്ണിലെ കരടായി തന്നെ നിങ്ങൾ മാറുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. പലപ്പോഴും അവർ അതിനാൽ ദേഷ്യത്തോടു കൂടിയാണ് പല കാര്യങ്ങളെയും സമീപിക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലായും നോക്കുമ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികപരമായ അഥവാ ധനപരമായ കാര്യങ്ങളിലോ നിങ്ങൾ വളരെയധികം വിഷമത്തിലാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പല രീതിയിലും പ്രയാസങ്ങൾ നിറഞ്ഞിട്ടുള്ളതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല രീതിയിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരാധീനതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ഇത്തരത്തിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയായി നിങ്ങളെ അവതരിപ്പിക്കുവാൻ ഒരിക്കലും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. എന്തു തന്നെ ജീവിതത്തിൽ വന്നാലും അത് ഫേസ് ചെയ്യാം എന്നൊരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാം, അതിൽ തടസ്സമില്ല എന്നൊരു ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പ്രതിസന്ധികൾ ജീവിതത്തിൽ വളരെ കൂടുതൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ ഭഗവാനിലുള്ള വിശ്വാസം, അത് തീർച്ചയായും നിങ്ങൾക്ക് പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുവാൻ സഹായകരമായി തീരും. അല്ലെങ്കിൽ ഭഗവാൻ കൈവിടില്ല എന്നൊരു ഉറച്ച ആത്മവിശ്വാസം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും അത് തന്നെയാണ് നിങ്ങളുടെ ശക്തി എന്ന് പറയാം. കാരണം ഏറ്റവും വിഷമകരമായ കാര്യങ്ങളിൽ പോലും ഭഗവാൻ നിങ്ങൾക്ക് ശക്തി നൽകി നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് എന്നതാണ് വാസ്തവം. ഭഗവാന്റെ അനുഗ്രഹം അഥവാ ഈശ്വരാധീനം നിങ്ങൾക്ക് കൂടുതലായി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഒരിക്കലും വീഴ്ചകൾ, അതിൽ നിങ്ങൾ പൂർണ്ണമായും തകർന്ന് പോകില്ല എന്നതാണ് വാസ്തവം. അതിൽ നിന്നും കരകയറുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെയധികം സ്വപ്നങ്ങൾ കാണുന്നവർ തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ. പലപ്പോഴും അത് നടന്ന് കിട്ടിയിട്ടില്ല എങ്കിലും ഭാവിയിൽ അത് നടക്കും എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അത്തരത്തിലൊരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ട്. അടുക്കും ചിട്ടയോടുകൂടിയും ഏത് കാര്യത്തെ സമീപിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ അടുക്കും ചിട്ടയും പുലർത്തണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അതിലൊരു നിർബന്ധം പലപ്പോഴും നിങ്ങൾക്കുണ്ട്. പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുകയോ കടന്ന് വന്നിട്ടുള്ളതായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ തൊടുകൂടി ഗണിതപ്രകാരം നോക്കുമ്പോൾ, ഇനി മുന്നോട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, പലരും നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവർ തന്നെയാണ് പലരും. അവർക്ക് പോലും അബദ്ധമായി പോയല്ലോ, വേണ്ടായിരുന്നു എന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കെതിരെ നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യം ചിലർക്കെങ്കിലും വന്ന് ചേരും എന്നുള്ളതാണ്. ചില കാര്യങ്ങളിലെങ്കിലും അവർ ക്ഷമ പറഞ്ഞ് നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് മറ്റൊരു കാര്യം പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല നഷ്ടങ്ങൾ സംഭവിച്ചു എങ്കിൽ പോലും ചില കാര്യങ്ങൾ
നിങ്ങളിലേക്ക് തിരികെ വരികയോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇതെല്ലാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ വിജയത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് യാത്രയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാകാം. അതിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ് മുൻപിലുള്ളത് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതവുമായി ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾക്ക് എന്നൊരു മാറ്റം സംഭവിക്കും എന്ന സൂചനയുണ്ട്. അതേക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും പോസിറ്റീവായ ഊർജം വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു മുക്തി ലഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ മാനസികമോ ശാരീരികമോ അല്ലെങ്കിൽ രോഗാവസ്ഥകൾക്ക് പുറമേ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗൃഹദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക്, അതായത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത്തരം ചില ദോഷങ്ങളുണ്ട് എന്നതാണ്. ഏവർക്കും എന്ന് പറയുന്നില്ല. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അതിൽ നിന്നും മറികടക്കുവാനുള്ള ചില വഴികൾ ഭഗവാനായി തന്നെ കാട്ടിത്തരുന്ന സാഹചര്യമുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് അല്പം കൂടി ഒരു കാത്തിരിപ്പ് അനിവാര്യമായി തീരും. ഇതിൽ നിന്നും പൂർണ്ണമായും ഒരു രക്ഷ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നത് വാസ്തവമാണ്. ഒരു 2.5 മാസം മുതൽ 4.5 മാസത്തിനുള്ളിൽ പല കാര്യങ്ങളിലും ഒരു മാറ്റം അല്ലെങ്കിൽ ആശ്വസിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നതായ ഭാഗ്യാനുഭവങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ദൈവാംശം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത്ഭുതകരമായി പല കാര്യങ്ങളും പരിഹരിക്കപ്പെടുകയോ അതും പരിഹരിക്കുവാനുള്ള മാനസികാവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിൽ ചില ഗുണാനുഭവങ്ങൾ വന്ന് ചേരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ചില വ്യക്തികൾ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ നിരുത്സാഹപ്പെടുത്തുവാനോ തെറ്റിദ്ധരിപ്പിക്കുവാനോ സാധ്യത കൂടുതലാണ്. നിങ്ങൾ അറിയാതെയെങ്കിലും അതിൽ അകപ്പെട്ടു പോകുവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ വലിയ വീഴ്ച തന്നെ പല കാര്യങ്ങളിലും സംഭവിച്ചു എന്ന് വരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ സമയം കാര്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കി തന്നെ ആ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ഏവരും ഓം നമോ നാരായണായ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമമോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.